ഒരു രാഷ്ട്രീയ നേതാവ്, അഴിമതിക്കാരൻ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, ഗുണ്ടകൾ, ഇത് പറയാനുള്ള യോഗ്യത നമ്മുടെ പൊതുജനങ്ങൾക്കില്ല. വാട്ട് ഈസ് പൊളിറ്റിക്സ്? എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം? സോഷ്യൽ സർവീസ് എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് അഴിമതിക്കാരനും കള്ളനും, രാഷ്ട്രീയ പ്രവർത്തകന്മാർ ഗുണ്ടകളും, ഈ രീതിയിൽ പറയാനാണ് പൊതുവേ നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ ആവശ്യം. പക്ഷേ ഇത് പറയാനുള്ള യോഗ്യത നമ്മുടെ പൊതുജനങ്ങൾക്കില്ല. കാരണം സോഷ്യൽ സർവീസിനെ, അതായത് പൊളിറ്റിക്സിനെ സെൽഫിഷായിട്ടുള്ള കാര്യമാക്കി മാറ്റാൻ വേദിയൊരുക്കി കൊടുത്തത് നമ്മൾ തന്നെയല്ല. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ, എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞ് അതിനെ അവലോകനം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് വരുത്തി തീർക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. എൻ്റെ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ചെറിയൊരു ആക്ഷൻ എടുത്താൽ പോലും ഭരണത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാര്യം എന്തെന്ന് വെച്ചാൽ, എൻ്റെ റിയൽ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റിന് പറയാം. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും, ഞാൻ റോഡിൻ്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവർക്ക് ഇതിനെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്നുള്ളത്. അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ എത്ര പേർക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ വീടിന് മുമ്പിലുള്ള റോഡിൻ്റെ ടെൻഡറിനെ കുറിച്ച് അറിയും? ആരാണ് ടെൻഡർ കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണോ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ? ടെൻഡർ എഞ്ചിനീയർ എടുക്കുകയെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ്. അതെല്ലാം പോട്ടെ, വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പോലും അറിയാത്ത 99% ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എന്തുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ്? ഇത് വെച്ച് എന്താ മാറ്റം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇലക്ഷനൊക്കെ ആയില്ലേ, അപ്പോൾ സ്ഥാനാർത്ഥിമാർ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഒരു പൊളിറ്റീഷ്യനോട് പൊളിറ്റിക്സ് സംസാരിക്കാൻ നമുക്ക് എത്ര പേർക്ക് അറിയും? ഇതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മൾ ഷൂ മേടിക്കാനായി ഷൂ കടയ്ക്ക് പോയിന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാശിന് ബെറ്റർ ആയിട്ടുള്ള ഷൂ മേടിക്കാനായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കുറേ കാര്യം, കാരണം ഒരു ഷൂവിൻ്റെ കടയിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഷൂവിനെ കുറിച്ചായിരിക്കണം സംസാരിക്കേണ്ടത്. അതേപോലെ നമ്മുടെ വിലപ്പെട്ട വോട്ട് കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ഒരു പൊളിറ്റീഷ്യൻ വരുമ്പോൾ അവരോട് പൊളിറ്റിക്സ് തന്നെയാണ് സംസാരിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കറണ്ട് ഇല്ല, റോഡ് ശരിയില്ല, എല്ലാത്തിനെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ ഇതിന് നിയമത്തിനെ കുറിച്ചോ ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അവരുടെ അടുത്ത് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാത്തത്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർ നേരെ നമ്മുടെ വീട്ടിൽ വന്നതും, നീ സുഖമല്ലേ, അച്ഛൻ സുഖമല്ലേ, അമ്മയ്ക്ക് സുഖമല്ലേ, വീട് സൂപ്പറായിട്ട് കേട്ടോ, നമ്മുടെ ചെക്കന് വോട്ട് ഇടണം, ടാറ്റു സൂപ്പർ, വണ്ടി അടിപൊളി, ഈ രീതിയിലാണ് ഒരു പൊളിറ്റീഷ്യൻ വന്ന് വീട്ടിൽ സംസാരിച്ച് പോകുന്നത്. നമ്മുടെ അമ്മയാണെങ്കിൽ, ഉണ്ണി ചായ വെച്ച് തരട്ടെ, ഇങ്ങനെയാണ് ചോദിച്ചിട്ട് പോകുന്നത്. ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്. ഭരിച്ച പാർട്ടിയാണ് വരണമെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ചോദിക്കും, ഓൾറെഡി ഇത്ര ഫണ്ട് പാസ്സായിട്ടുണ്ട്, നിങ്ങൾ ഇതിനു വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഇല്ലെങ്കിൽ വേറെ പാർട്ടിക്കാർ വരികയാണെങ്കിൽ ഈ പാർട്ടിനേക്കാളും നിങ്ങൾ എന്താ മെച്ചപ്പെടുത്താൻ പോകണം എന്നുള്ള രീതിയിൽ കറക്റ്റായുള്ള പൊളിറ്റിക്സ് സംസാരിച്ച് തുടങ്ങിയാൽ, ഒരു അറിവുള്ളവരെ ഒരു പൊളിറ്റീഷ്യനെ കൊണ്ടോ ഒരു ഓഫീസറിനോ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ എല്ലാ നാട്ടിലും ഒരാളുണ്ടാവും, ഒരു പോലീസ് കേസിൽ പെട്ടാലോ ഇല്ലെങ്കിൽ വില്ലേജിൽ പോയി സംസാരിക്കണോ പഞ്ചായത്തിൽ പോയി സംസാരിക്കണോ ഇയാളെ കൂട്ടിയിട്ട് വേണം പോകാൻ. നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് അവെയറായിരിക്കണം. അവെയറായിരുന്നാൽ തന്നെ, കാരണം ഒരു നല്ല ഭരണം കൊണ്ടുവരാൻ ഒരു രാഷ്ട്രീയക്കാരനേക്കാളും പൊതുജനങ്ങൾ വിചാരിച്ചാലാണ് നടക്കുക. നമ്മുടെ രാഷ്ട്രീയം എന്താണ്? നമ്മുടെ രാഷ്ട്രീയക്കാരൻ്റെ എതിര് പറഞ്ഞാൽ ഏതോ ഏട്ടന് വേണ്ടി തല്ലാൻ നടക്കുന്ന കുറച്ച് പേരും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചീരിതിരുന്ന് അടിയുണ്ടാക്കാനല്ലാണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് തുടങ്ങുക. ക്വസ്റ്റ്യൻ ചോദിച്ച് തുടങ്ങിയാലേ നമ്മുടെ മക്കൾക്കും നമ്മുടെ കൂടെയുള്ളവർക്കും നല്ലൊരു